ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മൾ ഇന്ന് ജർമ്മന്റെ ഒരു ഫ്രീ വെബിനാർ ആർട്ടിക്കിൾ അക്കാഡമിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടത്തുന്നത്. ഈ പൂനെ ആസ്ഥാനമായിട്ടുള്ള ആർട്ടിക്കിൾ അക്കാഡമി കേരളത്തിന്റെ റീജിയണൽ ഓഫീസായിട്ടുള്ള കോടഞ്ചേരി ബ്രാഞ്ചിൽ നിന്നുമുള്ള ഒരു വെബിനാറാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത് ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചും അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫ്രീ വെബിനാറാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറയുമ്പോൾ തന്നെ യൂറോപ്പിലുള്ള ഒരു രാജ്യമാണ്. അവിടെ നമുക്കിപ്പം കുറേയധികം ജോലി സാധ്യതകൾ നമുക്ക് ഇന്നത്തെ കാലത്തിൽ ഒത്തിരിയധികം ജോലി സാധ്യതകൾ ജർമ്മനിയിലുണ്ട്. നമ്മൾ ഇവിടുന്ന് +2 കഴിയുമ്പോൾ തന്നെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളായിട്ട് ജർമ്മനിയിലേക്ക് ഒത്തിരി സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വെബിനാറിൻ്റെ അകത്ത് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, വെബിനാറിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ജർമ്മൻ ലാംഗ്വേജിന് മെയിൻ ആയിട്ട് നമ്മൾ 6 ലെവലുകളാണുള്ളത്. A1, A2, B1, B2, C1, C2 ഇങ്ങനെ 6 ലെവലുകളാണ് നമുക്കുള്ളത്. അതിന്റെ ഇപ്പൊ B2 ലെവൽ വെച്ചിട്ടാണ് മിക്ക സ്റ്റുഡൻസ് ഇപ്പൊ ജർമ്മനിയിൽ പോകുന്നു എന്ന് പറയുന്നതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് പഠിച്ച് ജർമ്മനിയിലോട്ട് പോകുന്ന ഒരു സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും വേണ്ടത് B2 ലെവലാണ്. ഓക്കെ, ഓരോ ലെവലിനെയും കുറിച്ച് പറയുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു A1 ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടി പഠിക്കുന്നത് പോലെ ഒരു ബേസിക് ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാമറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ നോർമൽ സെന്റൻസുകൾ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെന്റൻസുകളാണ് നമ്മളൊരു A1 ലെവലിൽ നമ്മളൊരു കുട്ടികൾ പഠിക്കുക. ഒരു A2 ലെവലിലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 2 സെന്റൻസുകൾ ചേർത്ത് നമ്മൾ ഇംഗ്ലീഷിലെ കൺജങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് പോലെ 2 സെന്റൻസുകളൊക്കെ ചേർത്ത് പറയാനും അങ്ങനെയുള്ള ഒരു ലെവലിലോട്ടാണ് നമ്മൾ A2 ലെവലിലോട്ടൊക്കെ പഠിക്കുന്നത്. B1 ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അതിൽ നിന്നൊക്കെ മാറി കുറച്ച് കണക്ടോറുകളും, അതായത് നമ്മൾ കൺജങ്ഷൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് സ്പീക്കബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, അതായത് നമ്മൾ പറയുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മളിപ്പം കുറച്ച് വാസ്റ്റ് ആയിട്ട് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ഒരു B1 ലെവൽ അത്യാവശ്യമാണ്. ഇനി B2 ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ B2 ലെവലാണ്. B2 ലെവലിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആണ് അതിൻ്റെ അകത്ത്. C1 C2 എന്നൊക്കെ പറയുമ്പോൾ ലിറ്ററേച്ചർ ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ C1 വേണമെന്നാണ് പറയുന്നത്. അതേപോലെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് C1 C2. അവിടെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് C1 ലെവലൊക്കെ വേണം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ജോബ്സിനൊക്കെ നമുക്ക് C1, നമുക്കിപ്പോൾ PR കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് B2 ലെവൽ വേണമെന്ന് അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ C1 ഒക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ എളുപ്പം കിട്ടും. അങ്ങനെയാണ് ഈ C1 ലെവൽ. ഓരോ ലെവലിന്റെയും ജർമ്മന്റെ ഓരോ ലെവലിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഓരോ ലെവലും നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് IELTS ഒക്കെ കൊണ്ട് നമുക്ക് ജർമ്മനിയിൽ പോകാം. അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സപ്പോസ് നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇതിന്റെ ഓരോ A2 ലെവലെങ്കിലും നിങ്ങൾ പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പാസ്സാവണമെന്നില്ലെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അവിടെയൊക്കെ ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയാണ് അല്ലേ, അവർ കുറച്ചും കൂടെ പാട്രിയോട്ടിക് ആയതുകൊണ്ട് തന്നെ അവർ ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് അറിയാമെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് മാത്രം അറിയുന്നത് ഇപ്പോൾ ബെർലിൻ പോലുള്ള ജർമ്മനിയുടെ ക്യാപിറ്റൽ സിറ്റി ബെർലിൻ ആണ്. അവിടെ കുറേയധികം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുവാണെങ്കിൽ അവിടെയുള്ള ലോക്കൽ പീപ്പിൾസിനോടൊക്കെ നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതിനൊരു A2 ലെവൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും ഒത്തിരി അധികം. അതുപോലെ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ്, +2 കഴിഞ്ഞുള്ള സ്റ്റുഡൻസ് ആണ് കൂടുതലായിട്ടും ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും തന്നെ
പോസ്റ്ററുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ, ഹൗസ് ബിൽഡിംഗ് +2 കഴിഞ്ഞിട്ട് 1,00,000 രൂപ സ്റ്റൈഫൻഡോട് കൂടി നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാം. അങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു B2 ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് അവർ പറയുന്നത്. B1, B2 ലെവൽ ക്വാളിഫിക്കേഷൻ. ഈ B2 ലെവൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ അറ്റൈൻ ചെയ്തിട്ട് നിങ്ങൾ അവിടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ എന്ന് പറയുന്നത് ഒരു ട്രെയിനി പ്രോഗ്രാമുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിൽ തന്നെ അവർ പഠിപ്പിക്കുന്നത് മുഴുവൻ ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. നിങ്ങൾക്ക് തരുന്ന പ്രാക്ടിക്കൽ സെഷൻസും എല്ലാം നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ മാത്രമായിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്നവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷേ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ജർമ്മൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് B1, B2 ലെവൽ മസ്റ്റ് ആണ്. B1 ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B1 വെച്ചിട്ട് പോകുന്നവരുണ്ട്. B2 ലെവലാണ് നമ്മൾ പറയുന്നത്. B2 ലെവൽ വെച്ചിട്ട് നമുക്ക് ജർമ്മനിയിൽ പോയി നിങ്ങളുടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പെർ മന്ത് കിട്ടുന്ന സ്റ്റൈഫൻഡ് ആണ് ഈ 1 lakh എന്ന് പറയുന്നത്. നഴ്സിംഗ് കൂടാതെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, പിന്നെ എഞ്ചിനീയറിംഗ്, IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഒത്തിരിയധികം കോഴ്സുകൾ, ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ ജർമ്മനിയിൽ അവൈലബിൾ ആണ്. ഓരോന്നിനും നിങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഹൗസ് ബിൽഡിങ്ങുകൾ അനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ്. അതുപോലെ അത് ചൂസ് ചെയ്യുന്ന കോഴ്സിനനുസരിച്ചുമാണ് നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ. ഇപ്പൊ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു 3 മാസത്തെ കോഴ്സാണ്, 3 വർഷത്തെ കോഴ്സാണ്. ഓരോ കോഴ്സും അതിനനുസരിച്ച് 2 വർഷം 3.5 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന കോഴ്സുകളാണ്. ആൻഡ് ഇപ്പൊ ജർമ്മനിയിൽ പുതിയൊരു ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആഴ്ചയിൽ 4 ദിവസത്തോളം വർക്ക് ചെയ്താൽ, ആഴ്ചയിൽ 4 ദിവസം വർക്ക് ചെയ്താൽ മതി, ബാക്കി ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും, സാലറി കിട്ടും, നിങ്ങൾ ജോലിയൊന്നും ചെയ്യണ്ട. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്കിംഗ്, നമ്മൾ ടയേർഡ് ആവുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഫിഷ്യൻസി, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇത് കുറയുന്നത് കൊണ്ട് അവർ കൂടുതലായിട്ട് നമ്മളുടെ ഒരു വർക്കിംഗ്, നമ്മളുടെ ഒരു സിസ്റ്റം നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത് തന്നെ. പക്ഷെ അത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ബാധകമല്ല. കാരണം അവർ 24 hours വർക്ക് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ 24 hours വർക്ക് ചെയ്യണം. അത് ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ അത് വർക്കിംഗ് അല്ല. അല്ലാതെ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ സെറ്റിങ്ങുകളിലൊക്കെ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങൾ അപ്രൂവ്ഡ് ആവുന്നുണ്ട്. അത് നമുക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓരോ ജോലിക്കനുസരിച്ചും നമ്മൾ മസ്റ്റായിട്ടും പഠിച്ച് നമ്മളത് അവിടേക്ക് പോകേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ജർമ്മൻ ലാംഗ്വേജ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നഴ്സിംഗ് അവിടെ ചെന്ന് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് അവർ സംസാരിക്കേണ്ടത് അവിടുത്തെ ആൾക്കാരോടാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർ സ്പെസിഫിക് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചേ മതിയാവത്തുള്ളൂ. അവർ സംസാരിക്കേണ്ടത് അവിടെയുള്ള ആൾക്കാരോടാണ്. അവർ ജർമ്മൻ മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പം നമുക്ക് നമ്മളുടെ നാട്ടിൽ തന്നെ ജർമ്മൻ പഠിക്കാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കാം, ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കിട്ടുന്ന ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഓരോന്നും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനായിട്ടുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ആർട്ടിക്കിൾ അക്കാഡമിയിൽ തന്നെ നമ്മൾ ജർമ്മൻ ലാംഗ്വേജിന്റെ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ കോഴ്സസ് എവിടെയൊക്കെ കിട്ടുന്നോ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സസ് എവിടെയൊക്കെയാണ് കിട്ടുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് കോഴ്സിനാണ് പോകുന്നത്, നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നവരായിരിക്കാം, ചിലപ്പോൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പോകുന്നവരായിരിക്കാം. അത് എങ്ങനെ പോകണമെന്ന്, എന്തിനാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. ആൻഡ് ഇപ്പൊ ജർമ്മനിയെ സംബന്ധിച്ച് നോക്കുവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റുഡൻസിന് ഇങ്ങനെ സ്റ്റൈഫൻഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പഠിക്കാനുള്ള ചാൻസസ് അധികമാണ്. ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു B2 ലെവൽ, ഏത് ലെവൽ സർട്ടിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗോയിത്തെ എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ ECL ഉണ്ട്, ടെൽക് ഉണ്ട്, OST ഉണ്ട്, ഇങ്ങനെ കുറച്ചധികം ടൈപ്പ് ഓഫ് എക്സാംസ് ഉണ്ട്.
ഓക്കെ, ഇതിന്റെയൊക്കെ സെന്റേഴ്സ് നമുക്കിപ്പോ കേരളത്തിലാണെങ്കിൽ ഗ്യോയിറ്റയുടെ ആണെങ്കിൽ 2 സെന്ററുകളാണുള്ളത്. കൊച്ചിയുമുണ്ട്, ട്രിവാൻഡ്രവുമുണ്ട്. അതുപോലെ ടെൽക്കിനുണ്ട്, OSDക്കുണ്ട്. അങ്ങനെ ഓരോന്നിനും നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ സെന്ററുകളിൽ പോയി നമ്മൾ എക്സാം എഴുതുക, അത് ക്ലിയർ ആയിട്ട് നമ്മൾ പോവുക എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതിനെ കഴിഞ്ഞും അത് ഇതൊരു ലാംഗ്വേജ് ആണ്. അത് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ എന്ത് കാര്യം പഠിക്കുവാണെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ കാണാതെ അല്ലാതെ പഠിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് എപ്പോഴും പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെയാണ് ജർമ്മൻ ലാംഗ്വേജിന്റെ കാര്യവും. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാണെങ്കിൽ കുറച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുവാണെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ജർമ്മനി സ്വപ്നം കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജർമ്മൻ പഠിച്ചേ മതിയാവുള്ളൂ. ഇപ്പം ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ ആയിക്കോട്ടെ, മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾ ഐഎൽസിന്റെ 7 സ്കോർ അല്ലെങ്കിൽ 6.5 സ്കോർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ പോയി നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ സെറ്റിൽ ആവാൻ പറ്റും. അവിടെ PR കിട്ടുന്നത് നമുക്ക് B2 ലെവൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PR കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് PR കിട്ടുന്നത് നമുക്ക് അവിടെ ജോലിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് PR റെഡിയാവും. നിങ്ങൾക്ക് സ്പൗസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പൗസിനെ കൊണ്ടുപോകാനും അങ്ങനെ സ്പൗസ് വിസയും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അവിടെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക്കലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് തന്നെയാണ്. ലാംഗ്വേജ് ആണ് ജർമ്മൻ. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജർമ്മനിയെ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ജർമ്മൻ സംസാരിക്കുന്നുണ്ട്, ഓസ്ട്രിയയിൽ ജർമ്മൻ സംസാരിക്കുന്നുണ്ട്, അതുപോലെ ലക്സംബർഗ് ജർമ്മൻ സംസാരിക്കുന്ന ഒരു കൺട്രിയാണ്. അങ്ങനെ കുറച്ചധികം കൺട്രീസ് ജർമ്മൻ ഒഫീഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, മറ്റു രാജ്യങ്ങളും ഉണ്ട്. ആൻഡ് നമുക്ക് ഇപ്പൊ ഏറ്റവും ബേസിക് ആണ്, നമുക്ക് ജർമ്മനിയിലോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 1 lakh സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ആവശ്യത്തിന് തന്നെ നമ്മളുടെ പഠിത്തവും നടക്കും. ഇപ്പൊ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സ്റ്റൈഫൻഡോട് കൂടി പഠിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം അവര് നഴ്സിംഗ് പ്രാക്ടീസും കൂടെ തരുന്നുണ്ട് ആ കൂട്ടത്തില്. പക്ഷെ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ജർമ്മൻ തന്നെയായിരിക്കും. ആ ഒരു കാര്യത്തിലാണ് നമുക്ക് നീക്കുപോക്കില്ലാത്തത്. ജർമ്മൻ തന്നെ പഠിച്ച് അവിടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നഴ്സിംഗ് കരിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട്. ഇനി ജർമ്മൻ ലാംഗ്വേജ് ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഈസി ആണെന്ന് ഞാൻ പറയില്ല. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ജർമ്മൻ ലാംഗ്വേജ് ആവശ്യത്തിന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധരാണ് എന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് സ്മൂത്ത് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ കുറച്ചും കൂടെ ഓക്കെ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. നമ്മൾ ചുറ്റുവട്ടത്തുള്ളവർ മലയാളം സംസാരിക്കുന്നവരാകാം, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാകാം, ചിലപ്പോൾ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഹിന്ദി സംസാരിക്കുന്നവരാകാം. നമ്മൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ നമ്മൾ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് അതൊരു ടാസ്ക് ആണ്. ആ ടാസ്കിനെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഈസി ആണോ എന്ന് ചോദിക്കുന്നതിൽ നമുക്ക് ഈസി അല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾ പഠിച്ചാൽ വളരെ രസകരമായിട്ടും വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജ്. പിന്നെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ B2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളുടെ നാട്ടിൽ തന്നെ B2 എക്സാം എഴുതി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് പേര് പറയും ജർമ്മൻ ലാംഗ്വേജ് ഈസി ആണ്, കുറച്ച് പേര് പറയും ജർമ്മൻ ലാംഗ്വേജ് പാടാണ്. ഓക്കെ, ഈ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലാംഗ്വേജ്, അതായത് ഒരു ഇംഗ്ലീഷ് ബേസിക്സ് അല്ല ജർമ്മൻ ലാംഗ്വേജ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലാംഗ്വേജ് ആണ്. ആ ഭാഷയിലോട്ട് നമ്മൾ കടക്കുന്നതിന് നമുക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടാകും. കാരണം നമ്മൾ പഠിച്ച ഇംഗ്ലീഷിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുടക്ക സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അധ്വാനിക്കുവാണ് എന്നുണ്ടെങ്കിൽ അതങ്ങ് റെഡി ആയിക്കോളും. ആൻഡ് ഇനി ജർമ്മനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ്.
സോറി ഒരു കൺട്രിയാണ്. ജർമ്മനി എന്ന് പറയുന്ന ബെർലിൻ ആണ് അതിന്റെ ക്യാപിറ്റൽ വരുന്നത്. അതിന്റെ ഇപ്പോഴത്തെ ചാൻസലർ എന്ന് പറയുന്നത് ഒലാഫ് ഷോൾസ് ആണ്. ഒലാഫ് ഷോൾസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ചാൻസലർ നമ്മൾ ആംഗല മെർക്കൽ ആയിരുന്നു. ഓക്കെ. കുറേയധികം നാള് അവിടുത്തെ ഭരണത്തിലുണ്ടായിരുന്നു. ഓക്കെ. ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്കും ജർമ്മൻ പഠിക്കാം. ഇംഗ്ലീഷ് അറിയുക എന്നുള്ളത് ജർമ്മൻ ലാംഗ്വേജിന്റെ ഒരു ബേസിസ് ആണെന്ന് ഞാൻ പറയില്ല. ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്കും ജർമ്മൻ അവർക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു ഭാഷയിലോട്ട് തർജ്ജമ ചെയ്യാൻ നോക്കുമല്ലോ. സിമിലർ എഫക്റ്റ് നമ്മൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്കാർ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് കാണിക്കും. പക്ഷേ നമ്മൾ ജർമ്മൻ ലാംഗ്വേജിനെ ഒരു പുതിയൊരു ഭാഷ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നോർമലി സംസാരിക്കുന്നു അതുപോലെ പഠിക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇംഗ്ലീഷ് അറിയുക ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം അവിടെ ഏറ്റവും ഒരു ഇതായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ജർമ്മൻ ഭാഷയിലെ നമ്മളുടെ കുറച്ച് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും കുറേയധികം വ്യത്യാസപ്പെട്ടായിരിക്കും ജർമ്മൻ ലാംഗ്വേജ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഇതല്ല. ഇംഗ്ലീഷ് അറിയുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല. And ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം കേട്ടോ. നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥാപനം ഉള്ളത് ആർട്ടിക്കിൾ അക്കാഡമി കോടഞ്ചേരി, കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന് പറയുന്ന മലയോര മേഖലയിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് പൂനെയിലാണ്. ആർട്ടിക്കിൾ അക്കാഡമി എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. നമുക്ക് കേരളത്തിലെ മഹാരാഷ്ട്രയിലും കൂടാതെ മൈസൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ആൻഡ് നമ്മുടെ സ്ഥാപനം വഴി ജർമ്മൻ ലാംഗ്വേജ് എക്സാമിന് സീറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആർട്ടിക്കിൾ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുക മാത്രമല്ല ജർമ്മൻ ലാംഗ്വേജിന് എക്സാമിന് സീറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജർമ്മൻ എക്സാമുകൾക്ക് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഓരോ ലെവലിലും. A1, A2, B1, B2. നമ്മൾ ഇപ്പോൾ B2 വരെയാണ് നമ്മളുടെ സ്ഥാപനത്തിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. ആ B2 ലെവൽ വരെയുള്ള സ്റ്റുഡൻസിന് എക്സാം പ്രിപ്പറേഷൻ അതുപോലെ ക്ലാസ്സസ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ലെവലിനും ആ ലെവലിലുള്ള അനുസരിച്ചുള്ള ക്ലാസ്സസും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണ്. പുതിയതായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ഏത് ലെവലിൽ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ടെസ്റ്റുകൾ ഓരോ ലെവൽ കഴിയുമ്പോൾ ഇപ്പൊ A1 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് B1, B2, A2 അങ്ങനെ ഓരോ ലെവൽ കഴിയുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ലെവലിനും അതിൻ്റെതായിട്ടുള്ള ഗ്യോയിറ്റയാണ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ആ ഗ്യോയിറ്റയുടെ തന്നെ എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഏത് ജോലിക്ക് പോവുകയാണെങ്കിലും ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം അവിടെ ചെന്നിട്ട് ഭാഷ പഠിക്കുക, നമ്മളൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നതിനെ കഴിഞ്ഞും നമ്മൾ ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മളുടെ പ്രോസസ്സിങ്ങിന്റെ സമയത്ത്, വിസ പ്രോസസ്സിങ്ങിന്റെ സമയത്തൊക്കെ നമ്മളുടെ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് അവിടെ ചോദിക്കും. ഓക്കെ. ഇപ്പൊ ഈ പറയുന്ന പോലെ മാസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന പോലെ A2 ലെവൽ അവര് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പാർട്ട് ടൈമിനൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറയും. അതുപോലെ ഏത് ജോലിക്കാണെങ്കിലും അവിടെ ജർമ്മൻ ലാംഗ്വേജിന് ഒരു റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പൊ നഴ്സസ് ആണെങ്കിൽ B2 വെച്ചിട്ടാണ് പോകുന്നത്. B1 വെച്ചിട്ട് പോകുന്ന നഴ്സസ് ഉണ്ട്. അതുപോലെ B2 ആണ് അവർ ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ B2 ഒക്കെ ഉള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലാനും എളുപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുക എന്നുള്ളതല്ലല്ലോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അവിടെ ചെന്നിട്ട് നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ.
ഓക്കെ. നമ്മള് എസ്എസ്എൽസി യോഗ്യതയുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കോഴ്സിനും ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചില കോഴ്സുകൾ അവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ അല്ലെങ്കിൽ ചില കോഴ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓരോ കോഴ്സിനും നമ്മൾ അവിടെ ഓരോന്നും കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ജോലി ചെയ്യാനുള്ള സാധ്യത അവിടെ കിട്ടുക. ഓക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോ സ്പൗസ് വിസയ്ക്ക് ചെല്ലുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ +2 യോഗ്യത അല്ലെങ്കിൽ എസ്എസ്എൽസി യോഗ്യതയാണുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. അതായത് ഡെയിലി ബേസിസിൽ ക്യാഷ് പേയ്മെന്റ് കിട്ടുന്ന ജോലികളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ പോലും അവർക്കൊരു പരിമിതികളൊക്കെ ഉണ്ട്. ഓക്കെ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇപ്പൊ നമ്മള് നല്ലോണം നല്ല ഒരു അവിടുത്തെ ഡിഗ്രി ഒക്കെ ഉള്ള ഒരു കോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർ നല്ലോണം പേ ചെയ്യും. അതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. പിന്നെ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് PR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റും. കുട്ടികളെയും കൊണ്ടുപോകാം. ഫാമിലി മുഴുവനായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് നമുക്ക് നമുക്ക് കുറേയധികം ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടാക്സ് ഒക്കെ ഒരുപാടുള്ള രാജ്യം ആണെങ്കിൽ പോലും കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട് അവിടെ ജർമ്മനിയിൽ. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പോവാൻ പറ്റും. ആൻഡ് ഇനിയിപ്പോ നമ്മൾ ഒരു മെഡിക്കൽ നമുക്കൊരു ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവർ ടാക്സ് യൂസ് ചെയ്യുന്നത് തന്നെ നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ പെൻഷൻ, നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ടാക്സുകൾ നമ്മളുടെ നമ്മളുടെ സാലറിയിൽ നിന്നൊക്കെ പിടിക്കുന്ന ഒരു ടാക്സ് അവർ നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഈ പറയുന്നത് പോലെ നമുക്ക് ചെലവുള്ള ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കുറേയധികം ബെനിഫിറ്റുകളുണ്ട്. ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ വരുന്നത് അധികം ചെലവുകളൊന്നും വരുന്നില്ല. കാരണം കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവർ ഗവൺമെന്റ് ഏറ്റെടുക്കും. കുട്ടികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഒരുപാട് കാര്യത്തിൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റുകളുണ്ട്. ഇനി നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു പെൻഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ജർമ്മനിയിൽ നിന്ന് അവൈലബിൾ ആണ്. ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിലും ഏത് മേഖലയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് അതനുസരിച്ച് നമ്മൾക്ക് ഒരു ഒരു എമൗണ്ട് നമുക്ക് പെൻഷനായിട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ. ഓൺലൈൻ ക്ലാസ്സസും ഓഫ്‌ലൈൻ ക്ലാസ്സസും ആർട്ടിക്കിൾ അക്കാഡമിയുടെ കീഴിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സസും ഓഫ്‌ലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ പോലും അതിന് രണ്ടിന്റെ കാര്യത്തിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും കൊടുക്കുന്നില്ല. 2, 3 മണിക്കൂർ തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ക്ലാസ് കൊടുക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഓഫ്‌ലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സെയിം ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സസും ഓഫ്‌ലൈൻ ക്ലാസ്സസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് വരിക എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്‌ലൈൻ ക്ലാസ്സസിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ സ്റ്റുഡൻസിനെ കണ്ട് നമ്മൾ അവരെ അസസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ആവുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസും ഓഫ്‌ലൈൻ ക്ലാസ്സസും സെയിം ക്വാളിറ്റി തന്നെയാണ്. ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഓൺലൈൻ ആണ് ഓഫ്‌ലൈൻ ആണ് രണ്ടും ഒരേപോലെ ബെസ്റ്റ് ആണ്. അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓൺലൈനും ഓഫ്‌ലൈനും നമ്മൾ ഒന്നും വ്യത്യാസപ്പെടുത്തി പറയുന്നില്ല. ഓക്കെ. നമ്മുടെ സ്ഥാപനത്തിന്റെ ആർട്ടിക്കിൾ അക്കാഡമിയുടെ തന്നെ നമ്പർ നമ്മൾ താഴെ നമ്മളുടെ കമന്റ് ബോക്സ് നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ നമ്പർ വരുന്നത് ഓക്കെ. 9946212525 എന്നുള്ളതാണ് നമ്മളുടെ സ്ഥാപനത്തിന്റെ നമ്പർ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആർട്ടിക്കിൾ അക്കാഡമിയുടെ ബ്രാഞ്ച് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ജർമ്മൻ ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസും അതുപോലെ കോഴ്സസിന്റെ ഡ്യൂറേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരും. ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു താല്പര്യത്തിന്റെ പുറത്തായിരിക്കണം. ആൻഡ് കൂടുതലും നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തോടനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ മാത്രമേ ജർമ്മൻ ലാംഗ്വേജ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം.
ഓക്കെ. അപ്പോൾ കൂടുതലായിട്ട് ചോദ്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വെബിനാർ നിങ്ങൾക്ക് നല്ലതുപോലെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാറ്റ് ബോക്സിൽ നമ്മളുടെ ആർട്ടിക്കിൾ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പർ വരുന്നത് 9946212525. ഇതാണ് നമ്മളുടെ ആർട്ടിക്കിൾ അക്കാഡമിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കോൺടാക്ട് നമ്പർ. നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ജർമ്മൻ ക്ലാസ്സസും നമ്മളുടെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അവിടുന്ന് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.